നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ സഹായിച്ചു പണ്ട് പറഞ്ഞ വാദാത് പ്രാർത്ഥിക്കാറില്ല, നമ്മൾ സഹായതേട്ടെ നടത്താറുള്ളൂ. കാരണം പ്രാർത്ഥിക്കരുത് 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 എന്നുള്ള ആയത്തും ഹദീസും ഡസൻ കണക്കിന് ഉന്നയിക്കുമ്പോ കൊണ്ടുവന്ന വാദാണ്. പ്രാർത്ഥിക്കുന്നു എന്നത് മുജാഹിദുകൾ ഞങ്ങൾക്കെതിരിൽ പറയുന്ന കള്ളത്തരമാണ്. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ ഉണ്ടാക്കിയ വാചകമാണ് എന്നാണ്. എന്നാലോ ഒന്നുകൂടി ഇത് ഉറപ്പിച്ചു പറഞ്ഞു, അല്ലാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. അപ്പൊ എന്താ പറയണേ? നമ്മൾ പ്രാർത്ഥിക്കണില്ല, അങ്ങനെ ചെയ്യണില്ല, അങ്ങനെ ഒരു മുസ്ലിം വിശ്വസിക്കൂല എന്നാ പറഞ്ഞ്. എന്നാ ഇതേ ആളുകളുടെ വാദം എന്താ? ഇതേ ആളുകളുടെ വാദം നിങ്ങൾ കേട്ടോ, ഞാൻ പറഞ്ഞൊന്നു നേരത്തെ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുനാഫിഖാണെന്ന ഒരു വാദം. അത് മാത്രല്ല, അല്ലാഹു അല്ലാത്തവരോടാണ് ഏറ്റവും ചോദിക്കാൻ നല്ലത് എന്നാണ് ഇവർ പറയുന്നത്. മാത്രല്ല സുന്നത്ത് മാസിക എഴുതി, യാ സയ്യിദസ് സാദാത്തി ജിഅതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. സയ്യിദന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിദ തങ്ങളുടെ സമീപത്തെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. മങ്കൂസ് മൗലൂദ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ഈ പിന്നെ ഇതിന്റെ വരികളുടെ അർത്ഥം കൊടുത്തിട്ട് പറയാ, വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബിയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല എന്നൊരു സ്ഥലത്ത് പറയാ, പ്രാർത്ഥിക്കാന്ന് വേറെ സ്ഥലത്ത് പറയാ. ഞങ്ങളെ തൗഹീദിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇടിക്കുങ്ങൾ.